നമ്മൾ ഒരു ഇലക്ഷന് വേണ്ടി ഒരുങ്ങുകയാണ്. വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ്, വളരെ സന്തോഷത്തോടുള്ള ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. സാമൂഹികമായി പറയുകയാണെങ്കിൽ ഒരു വീട്ടിലെ പെരുന്നാൾ പോലെ അല്ലെങ്കിൽ ഒരു കല്യാണം പോലത്തെ മുഹൂർത്തങ്ങളാണ് കടന്നുപോയത്. ഈ വർഷത്തെ ഇലക്ഷൻ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വലിയ തർക്കങ്ങളൊന്നും ഇല്ലാത്തൊരു ഇലക്ഷൻ കാലമാണ് കടന്നു പോകുന്നത്. രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലൊക്കെ ചെറിയ സോഷ്യൽ മീഡിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് എന്നല്ലാതെ വ്യക്തികൾക്കിടയിൽ അങ്ങനെ തർക്കങ്ങളോ എല്ലാ പാർട്ടികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒക്കെ അങ്ങനെ തന്നെ തുടരട്ടെ. ഇതൊക്കെ ഒരു സ്പിരിറ്റിലെടുത്താൽ മതി. ആര് ജയിക്കുന്നു എന്നുള്ളതോ ആര് തോൽക്കുന്നു എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മളെല്ലാവരോടും നമ്മളെല്ലാവരോടും ആണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആര് ജയിച്ചാലും അത് നമ്മളെ വിജയമാണ്. മനസ്സിലായില്ലേ? ഏത് പാർട്ടി ജയിക്കുന്നു എന്നൊന്നും ഇവിടെ വിഷയമല്ല. ആരെങ്കിലും ജയിക്കട്ടെ. തീർച്ചയായിട്ടും വോട്ടെണ്ണുന്ന ദിവസമൊന്നും ഞാൻ അതിലേക്കൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെ സമയം വിലപ്പെട്ടതാണ്. നമ്മളെ സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു എവൻറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മൾ ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കുകയാണെങ്കിൽ തന്നെയും അത് ഒരു മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് മനുഷ്യനെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല. അപ്പം ഈ വർഷത്തെ ഇലക്ഷൻ പോലെ ഇനിയും നടക്കട്ടെ. കാരണം വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. എവിടെ ഒരു കോൺഫ്ലിക്റ്റുകൾ ഞാൻ കണ്ടില്ല എന്നുള്ളത്. ഒരു പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റ് മാറിയതുകൊണ്ടാണോ എന്നറിയില്ല, കോൺഫ്ലിക്റ്റുകൾ എവിടെയും കണ്ടില്ല, തർക്കങ്ങളില്ല. എല്ലാ കാൻഡിഡേറ്റ്സും നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് കാൻഡിഡേറ്റ്സ് കാണിക്കാൻ വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15 കാൻഡിഡേറ്റ്സൊക്കെ നമ്മുടെ അടുത്ത് കാണിക്കാൻ വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ആശംസകൾ കൈമാറി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വളരെ നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞു പോകുന്നത്, ഇതുപോലെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷത്തോടെ. നമ്മുടെ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡന്റ് അപ്രതീക്ഷിതമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 വാക്ക് മുമ്പരെ കൊണ്ട് പറയിപ്പിക്കാം. നമ്മുടെ ഇലക്ഷൻ്റെ ദിവസമാണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാലമാണ് ഇലക്ഷൻ കാലം അല്ലേ? ഇത് എന്തിനു വോട്ട് ചെയ്യുന്നത് എന്നുള്ളതല്ല പ്രാധാന്യം, ഈ കാലം ആസ്വദിക്കുക അല്ലേ? ആര് ജയിക്കുന്നത് മൂപ്പര് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലും ഖത്തറിലൊക്കെ നിങ്ങൾക്ക് ഇരട്ടി പൗരത്വം അല്ലേ? നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺ അല്ലേ? ശരിക്കും ഇതൊരു അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇന്നിപ്പം അതുകൊണ്ട് രക്ഷപ്പെട്ടു. അമേരിക്കയിലെ ഭൂസ്വത്തൊക്കെ അല്ലേ നിങ്ങൾക്ക് അല്ലേ? ഏതായാലും മൂപ്പർ ഇവിടുന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അല്ലേ? ഏതോ ഒരു ഇന്ത്യക്കാരത്തേക്കാ ഭാഗ്യം അല്ല, ഇലക്ഷൻ്റെ ആശംസകൾ എല്ലാവർക്കും ഇലക്ഷൻ ദിന ആശംസകൾ നേരുകയാണ്. ഓക്കെ, ഗുഡ് ലക്ക്.